ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാനൊരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ് കേട്ടോ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ക്രീം മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ മീഗ്ലോ ഗോൾഡൻ ഗിൽറ്റേഴ്സ് ഫേസ് ക്രീമാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു ഗ്ലോ കിട്ടാനും മുഖം ഒന്ന് നല്ല ബ്രൈറ്റനിങ് ആവാനൊക്കെ നല്ലപോലെ സഹായിക്കും. അപ്പോൾ നമ്മൾ ഏത് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്താലും മുഖത്തും കഴുത്തിലും എല്ലാം നല്ലതുപോലെ ഇങ്ങനെ സർക്കുലർ മൂവ്മെൻറ്റിൽ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഈ ക്രീമിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. പിന്നെ ക്രീം എല്ലാം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ കമ്മലിട്ട് കൊടുക്കുകയാണ്. ഞാനപ്പോൾ എപ്പോഴും ഫാൻസി കമ്മൽ അങ്ങനെ ഇടാറില്ല. ഗോൾഡിൻ്റെ കമ്മൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വല്ലപ്പോഴും കൂടെ പുറത്തോട്ടൊക്കെ പോകുന്ന സമയത്ത് മാത്രമേ ഇങ്ങനെ ഫാൻസി കമ്മൽ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്ന സമയത്ത് വലിയ കമ്മലൊക്കെയാണ് കേട്ടോ കൂടുതലും ഞാൻ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ഇടുന്ന ഫാൻസി കമ്മൽ ഇടുന്ന സമയത്ത് വലിയ കമ്മലൊക്കെയാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ 2 വള ഇട്ട് കൊടുക്കുകയാണ്. ഇത് ത്രെഡിങ്ങിൻ്റെ ബാങ്കിളാണ് കേട്ടോ. ഇത് ഞാൻ തന്നെ എൻ്റെ കൈ കൊണ്ട് ചെയ്തതാണ്. പിന്നെ ഞാനിവിടെ ഹൈബ്രോ വരച്ച് കൊടുക്കുകയാണ്. ഹൈബ്രോ നമ്മുടെ ലാക്മിയുടെ ഹൈബ്രോ ആണ് കേട്ടോ ഞാനിവിടെ വരച്ച് കൊടുക്കുന്നത്. അപ്പം ഞാൻ ഹൈബ്രോ വരയ്ക്കുന്ന സമയത്ത് ഒരുപാട് തിക്കായിട്ട് ഇങ്ങനെ വരയ്ക്കാറില്ല. ലൈറ്റായിട്ട് മാത്രമേ ഞാൻ വരച്ച് കൊടുക്കത്തുള്ളൂ. അപ്പം നമ്മളിങ്ങനെ ഹൈബ്രോ വരച്ച് കൊടുക്കുന്ന സമയത്ത് നല്ലതുപോലെ ഒന്ന് നീട്ടി വരച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പം ഞാൻ പിന്നെ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഹൈബ്രോ ഇവിടെ വരച്ചിട്ടുണ്ട്. അതിന് ശേഷം കണ്ണിൽ ലാക്മിയുടെ ഐക്കോണാണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത്. ലാക്മിയുടെ ആണ്. അപ്പോൾ നമ്മളിങ്ങനെ കണ്ണെഴുതി കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണിന് കുറച്ചും കൂടെ നല്ല ഭംഗി കിട്ടാനൊക്കെ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അതുപോലെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ മുഖം ഇങ്ങനെ വരച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് വളരെ സിമ്പിൾ മേക്കപ്പ് ലുക്കായിട്ട് തോന്നിക്കുകയും ചെയ്യും. വരയ്ക്കുന്ന സമയത്ത് ഒരുപാട് കട്ടിക്ക് വരയ്ക്കാതെ ലൈറ്റായിട്ട് മാത്രം വരച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ അതുപോലെ തന്നെ ലാക്മിയുടെ ഒരു മസ്കാരയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പം കണ്ണൊന്ന് വിടർന്ന് നിൽക്കാനും കണ്ണിന് കുറച്ചും കൂടെ ഭംഗി കിട്ടാനും ഒക്കെ ഇങ്ങനെ മസ്കാര വരച്ചു കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഈ ഒരു പൊട്ടാണ് കേട്ടോ ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ കുങ്കുമം ഇട്ട് കൊടുക്കുകയാണ്. കുങ്കുമം ഞാൻ പൊടി യൂസ് ചെയ്യാറില്ല. ഇതുപോലെ പേസ്റ്റ് രൂപത്തിലുള്ള കുങ്കുമമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതാകുമ്പോൾ നമുക്ക് വെയിലത്തൊക്കെ പോയാലും മുഖത്തിങ്ങനെ വലുതായിട്ട് ഇങ്ങനെ ഒലിച്ച് വരത്തില്ല കേട്ടോ. പിന്നെ ഒരു ലിപ് ലാം ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് സ്ട്രോബെറിയുടെ ലിപ് ലാം ആണ്. ഇത് വളരെ ലൈറ്റ് കളറാണ്. ചുണ്ട് എപ്പോഴും നമുക്ക് ഡ്രൈ ആവാതെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഈ ലിപ് ലാം നല്ലതാണ് കേട്ടോ. ഇത് നല്ല ഒരു ലൈറ്റ് കളറുമാണ്. നമുക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു ഭംഗിയാണ് കേട്ടോ. പിന്നെ ഞാൻ യാഡ്ലിയുടെ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. പൗഡർ ഞാൻ ക്രീം ഇടുന്ന സമയത്ത് ഇടുന്നതാണ്. പിന്നെ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കവിളിലും കഴുത്തിലും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പൗഡർ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് മുഖം ഒന്ന് നല്ല ബ്രൈറ്റായിട്ട് കാണിക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ മുഖത്ത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കഴുത്തിലും കൂടെ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഞാൻ മുടി കെട്ടി കൊടുക്കുകയാണ്. അപ്പം ഞാൻ സ്ഥിരമായിട്ട് ഈ ഒരു ഹെയർ സ്റ്റൈലാണ് ഞാൻ പുറത്തോട്ടൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെയാണ് ഞാൻ കെട്ടുന്നത്. അപ്പം ഞാനിങ്ങനെ സ്ലൈഡ് കുത്തി കൊടുക്കുക കേട്ടോ. 2 വശത്തായിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ക്ലിപ്പിൻ്റെ മോഡൽ സ്ലൈഡാണ് കേട്ടോ കുത്തി കൊടുക്കുന്നത്. പിന്നെ മുടിയൊന്ന് നല്ല കുറച്ച് ടൈറ്റായിട്ട് ഇരിക്കാനായിട്ട് ഒരു ചെറിയൊരു ക്ലിപ്പും കൂടെ ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുടിയൊക്കെ കെട്ടി കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ ഈ മേക്കപ്പ് ലുക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.